Good morning, viewers. In the market, a correction that is, that because of the geopolitical tension and Iran or war and situation. പക്ഷേ ഇത് വേൾഡ് മാർക്കറ്റിനെ വലിയ എഫക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് എന്താ കാരണം വെച്ചാൽ ഞാനിത് വേൾഡ് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് വലിയൊരു കറക്ഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ മാർക്കറ്റും അത്ര വലിയ കറക്ഷൻ ചെയ്തിട്ടില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതേ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സോ ഇന്നത്തെ ലെവൽ ഞാൻ കാണുന്നത് പിന്നെ 24,900 വളരെ കൂടുതൽ റൈറ്റേഴ്സിനെ കാണുന്നുണ്ട്. സോ മാർക്കറ്റ് ഒരു 24,700 25,000 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. പിന്നെ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ 26-ാം തീയതി എക്സ്പയറി വരുന്നത്. അതുകൊണ്ട് ഇവരെന്തായാലും മാർക്കറ്റ് 25,000 എബോവിൽ ക്ലോസ് ചെയ്യാൻ സാധ്യത. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റിലയൻസ് ഇന്ന് കുറച്ച് കറക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും റിലയൻസ് വലിയ കറക്ഷൻ ഒന്നുമില്ല. 1450 വന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് ബൗൺസ് ചെയ്തിരുന്നു. പിന്നെ ഇത് വേറൊരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ പിന്നെ ഇറാനിലുള്ള ഈ ബേസിക്കലി ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. വേൾഡ് ഷോർട്ടേജ് വരാൻ സാധ്യത. അവരിപ്പോൾ ഹോർമുസ് പോർട്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ സൗദി അറേബ്യൻ്റെയും ഇറാൻ്റെയൊക്കെ ഓയിൽ വേൾഡ് മാർക്കറ്റിൽ വരുന്നത് കുറയും. ഇറാൻ്റെ മെയിൻ ഓയിൽ ബയേഴ്സ് ആർ ചൈനയാണ്. സോ ദ തിങ് ഈസ് ദാറ്റ് വാട്ട് ദി ആർ ലുക്കിംഗ് ഈസ് റെജിം ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇറാൻ ക്യാൻ പമ്പ് ലോട്ട് ഓഫ് ഓയിൽ ആൻഡ് ദേ ക്യാൻ ആക്സസ് ദ വേൾഡ് മാർക്കറ്റ്. ഇപ്പോൾ ഈ സാങ്ഷൻസ് ഉള്ളതുകൊണ്ട് they are only able to sell to China. So it will be there will be a surplus oil supply in the market. So the price will eventually come down and can to review the current. This is my view, And again, in the Saudi Arabia paranja karyam we cannot trust the other countries because we are telling everyone to cut the production, but at the same time no one is following. They are cheating us and they are pumping more oil and that is true. And every country wants money, and this is an opportunity. Then you have to sell the oil, pump more and sell in the market, make more money in the land. ആൻഡ് വേറൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിനെ നോക്കുകയെന്ന് വെച്ചാൽ ഈ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോബ്ലംസ് ഇല്ല. കാരണം വെച്ചാൽ ഇത് അപ്സ്ട്രീം കമ്പനിയാണ്. ഡൗൺ സ്ട്രീം കമ്പനിക്കാണ് കുറച്ച് പ്രശ്നം വരുന്നത്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ലൈക്ക് BPCL, HPCLൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ വേറൊരു സ്റ്റോക്ക് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അഡാനി പോർട്ടിനെ കുറിച്ചിട്ട് ദേ വർ ഓൾ ടെലിംഗ് നെഗറ്റീവ് വ്യൂസ്. പക്ഷെ ഞാനെന്നും പറഞ്ഞു അഡാനി പോർട്ട് ദിസ് ഓൾ എ നൈസ് പ്രൈസ്, ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബൈ. കാരണം അഡാനി പോർട്ടിൻ്റെ വലിയൊരു ഓപ്പറേഷൻസ് ഇറാനിലുണ്ട്. അതുകൊണ്ട് അഡാനി പോർട്ടിന് ആക്ച്വലി ഇറ്റ് ഹാസ് ഗോൺ അപ്പ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇന്നത്തെ ട്രേഡ് ഞാൻ കാണുന്നത്. ഇന്നത്തെ വലിയ ട്രേഡൊന്നും കാണുന്നില്ല. കാരണം ദിസ് ഈസ് 24,900 ഇപ്പോൾ മാർക്കറ്റിൽ നിഫ്റ്റി നിൽക്കുന്നത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീയിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.